എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ച് ഡൗട്ടാണ്. കാരണം ഞാൻ ഇതിനു മുമ്പേ അവിഹിതത്തിന്റെ ഒരിതിലും കേറിയിട്ടില്ല. നമ്മള് സ്ത്രീകൾ ഇപ്പം മറ്റേ നമ്മളെ ഈ ഒരു ലാസ്റ്റ് ഇറങ്ങിയ ബിരിയാണി എന്ന് പറഞ്ഞ ഫിലിമിലും എല്ലാം കാണുന്നത് എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീനെ പരിഗണിക്കാതെ വെറും ആണിന്റെ സുഖം മാത്രം നോക്കിക്കൊണ്ട് സ്ത്രീകളുടെ സുഖം നോക്കാതെ പുരുഷന്റെ സുഖം മാത്രം നോക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ അവരെ ചേർത്ത് നിർത്താണെങ്കിൽ അവര് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്ന് പറയുന്നു. അപ്പൊ ഒരു സെക്ഷൽ സുഖം കിട്ടാത്തതിന്റെ പേരിൽ മാത്രാണോ പെണ്ണ് അവിഹിതത്തിലേക്ക് പോകുന്നത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ നിലപാട് പറയാം. ഇല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അവിഹിതം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. പക്ഷെ മറ്റൊരാൾ അത് ചെയ്യുന്ന സമയത്ത് അത് തെറ്റുന്നില്ല, വാദമില്ല. അത് അയാളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. എൻ്റെ നിലപാട് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വേറൊരാളെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവർക്ക് വെച്ച് നീട്ടും, ഞാൻ മാറിക്കൊടുക്കും. പക്ഷെ അപ്പോഴും ബാക്കിയാവുന്ന ഒരു വേദനേന്റെ പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ആണുങ്ങൾക്ക് എന്ന് പറയുന്നത് പെണ്ണിനെ കാണുകയാണെങ്കിൽ തന്നെ അവയവം പൊന്തും. അങ്ങനെയാണ് ആണിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ പെണ്ണിന് അത് ഹൃദയം കൊണ്ടാണ്. അപ്പം നമ്മൾ പെണ്ണിനെ ആ രീതിയിൽ പെണ്ണിനൊരു അനക്ക് വേർഡ് അറിയില്ല, ഓർഗാസം. ആ ഒരു സുഖം കൊടുക്കുകയാണെങ്കിൽ അത് പെണ്ണിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പെണ്ണത് കിട്ടുന്നിടത്ത് അത് കിട്ടുന്ന ഒരാണിന്റെ കൂടെ പോകുന്നത്, തന്നെ മനസ്സിലാക്കുന്ന ഒരാണിന്റെ കൂടെ പോകുന്നത്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ അവള് നിൽക്കും എന്നുള്ളൊരു വാദം പറയുന്നുണ്ട്. അത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് മറ്റൊരു പ്രണയത്തിൽ പെണ്ണ് വീണു പോകുന്നത്. അതായത് അവിഹിതം എന്നുള്ള വേർഡിനെ ഞാൻ ആ വേർഡിനെ ന്യായീകരിക്കുകയോ തിരുത്തൊന്നല്ല ചെയ്യുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിതമല്ലാത്ത ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നതിനുള്ളതാണല്ലോ അവിഹിതം. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഞാൻ വൈകാരികപരമായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത്. കാരണം ഇവിടെ അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരായിട്ടുള്ള എല്ലാ ആൾക്കാരും അത് അറിയുന്ന സമയത്ത് ഒരു ഭർത്താവിനോ ഭാര്യക്കോ അല്ലെങ്കിൽ ആ ഒരു മദറിനോ മകനോ എല്ലാം വൈകാരികപരമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നുള്ളത് അംഗീകരിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ നിന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാമുകി അല്ലെങ്കിൽ അവന്റെ ഭാര്യ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ബന്ധം ആ ആളിന്റെ അച്ഛനായിട്ടാണ്. അതായത് അവന്റെ ഭാര്യ അവന്റെ അച്ഛനുമായിട്ടാണ് കണക്ഷൻ എങ്കിൽ, അത് പ്രണയമായിക്കോട്ടെ ഏത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അമ്മയും മകനും തമ്മിലാണെങ്കിൽ ഞാൻ വൈകാരികപരമായിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് വൈകാരികപരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരമ്മയും മകനും തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു ഏട്ടൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഏട്ടൻ അറിയണ്ട നമ്മൾ തന്നെ അറിയാമെങ്കിൽ, ഒരച്ഛനും മകളും തമ്മിലുള്ളത്, അല്ലെങ്കിൽ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ നമ്മൾ അറിയുമ്പം അതും ഇത്തരത്തിൽ നമ്മൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അംഗീകരിക്കുവോ? അല്ല, ഞാൻ സത്യം അത് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ വൈകാരികപരമായിട്ടുള്ള കാര്യം കേട്ടോ. അതാണ് നീ ചിന്തിക്കാദ്യം. അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഇറ്റ്സ് ലൈക്ക് വാട്ട് പിന്നെ അബൌട്ട് അല്ലാതെ സ്ഥാനത്ത് വെച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം എടോ അത് വ്യക്തി ഞാൻ സ്വാതന്ത്ര്യം മനുഷ്യനായി ജനിച്ചവൻ ചോറ് കഴിക്കുന്നവന് ബുദ്ധിയുണ്ട്, ഏതാണ് നല്ലതും തിരിച്ചറിയാനുള്ള. അതന്നെ. അതല്ലാതെ ചെയ്യുന്ന ആര് കാര്യങ്ങൾ പ്രണയത്തില് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആരാണ്? ഇതിപ്പോ നിങ്ങൾ വെക്കുന്നത് ബൗണ്ടറി അല്ലേ? അല്ലേ? ഒരു ബൗണ്ടറി പെണ്ണിന് ഉണ്ട്, ബൗണ്ടറി അവളുടെ ഉണ്ട്. യെസ്. ഭർത്താവിന്റെ അച്ഛനോട് പ്രണയം തോന്നുകയാണെങ്കിൽ അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പുരോഗമനവാദികളാ? അവിടെ മാത്രം റെസ്ട്രിക്ഷൻ വെക്കാണെങ്കിൽ എന്ത് പുരോഗമനവാദികളാ? ഞാൻ ഒരച്ഛനമ്മക്കും കാര്യം അല്ല, പറയട്ടെ. ഒരു അത് മകനും അമ്മക്കും പ്രണയം തോന്നിക്കൂടാ അച്ഛനൊരു പ്രണയം എന്നുള്ളത് തോന്നുക, അല്ലാണ്ട് വേറൊരു പ്രണയം തോന്നരുതെന്നേ ഉള്ളൂ. പണ്ട് കാലത്ത് തോന്നരുത് എന്ന് ഒരുപാട് പറയാൻ നമ്മളാര്? ഒരു തോന്നിയ ഒരാളോട് തോന്നരുത് എന്ന് പറയാൻ നമ്മളാര്? ഒരു മിനിറ്റ് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ആൺകുട്ടികൾ അപ്പം മാത്രം ഉണരുന്ന ധാർമ്മികതയാണോ നമ്മളുടേത്? അവരങ്ങനെ ചെയ്തെന്നുള്ളത് അവരിത് തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മയായിട്ടും അമ്മയുടെ അനിയത്തിയായിട്ടും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കഥകൾ. ഓക്കെ, ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോട്, നമ്മൾ ആരും അതിന് ചോദ്യം ചെയ്യാൻ പോകില്ല. പക്ഷെ അതാ ഞാൻ ചോദിക്കുന്നത്. അത് ഇവിടെ പ്രശ്നമാണോന്ന് ഞാൻ മൊത്തത്തിലൊന്ന് ചോദിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവർക്ക് അറിയാം ശരിയേത് തെറ്റേതെന്ന് പറയുമ്പം അതിനെ നിങ്ങൾ വിമർശിക്കുന്നതിന് തുല്യല്ലേ? അല്ല, ഞാനിതിനെ വിമർശിക്കാൻ ചോദിക്കുന്നതല്ല, ഞാൻ അത് തെറ്റാന്നുള്ള രീതിയിൽ ചോദിക്കുന്നതുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വൈകാരികരായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് നിലപാട് അറിയാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചോദിക്കുന്നതാ. പക്ഷെ അപ്പം പോലും ഇപ്പൊ നമുക്ക് ചോറ് തിന്നുന്ന ആൾക്കറിയാം എന്ത് തെറ്റ് എന്ത് ശരി എന്നുള്ളത്. നമ്മൾ ഇത്രയും പറയുന്ന ഒരാൾ അത് മാത്രം തെറ്റാണെന്ന് പറയുന്നത് അതല്ലേ തെറ്റ്? നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ധാർമ്മികതയല്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാണെങ്കിൽ അത് എല്ലാവരുടെയും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കണം. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാല് അവിഹിതം തെറ്റാണ് ശരിയാണ് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിച്ച് ഞാൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ആവുകയാണെങ്കിൽ അതിന്റെ റീസൺ എനിക്കേ അറിയുള്ളൂ. അല്ലാതെ ഞാൻ അവിഹിതത്തെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് നാളെ നാട്ടുകാർ മുഴുവൻ അവിഹിതത്തിൽ പെടണം എന്നല്ല.